ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഏട്ടാ, ഫോൺ ഇവിടെ ഉണ്ടല്ലോ. 12:45. ഏട്ടാ, അമ്മോ പേടിച്ചു. നീ എന്താ ഉറങ്ങിയില്ലേ? ഏട്ടനോട് പോയത് ഈ സമയത്ത്? അത് ടെറസിന്റെ മുകളിൽ എന്തോ സൗണ്ട് കേട്ട് പോയതാ. മതിലിന്റെ മോളിൽ കൂടെ ആ നായ്ക്കളൊക്കെ ചാടിയിട്ട് എല്ലാം കുറെ ഉണ്ട് അതിന് മോളിൽ കയറി കിടക്കുന്നു. അതിന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. കിടക്കാം, സമയം ഒരുപാടായില്ലേ? നീ പോയി കിടത്താ, ഞാൻ വരുന്നേ. ആ റൂമിലെ വാഷ്റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇവിടെ വന്നാ ഞാൻ ഓഫാക്കിട്ട് തരാം. മോള് പോയി കിടന്നാ കേട്ടോ. ഹലോ, എടാ ഞാൻ സ്വിച്ച് ഓഫ് ആക്കാണേ. ആ ജന്തു ഉറങ്ങിയിട്ടില്ല. ഓക്കെ. ശ്രേയ, ഇവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇപ്പൊ ആരെങ്കിലും കണ്ടിട്ട് ഗൾഫിലേക്ക് തന്നെ ഭർത്താവിനെ വിളിച്ച് പറയോ? ഈ വീട് വാങ്ങിച്ചിട്ട് 1 വർഷം ആയെങ്കിലും അപ്പുറത്ത് ആരാന്നിരിക്കുന്നത് നമുക്കറിയില്ല. ഈ കോളനിയിൽ എല്ലാവരും അങ്ങനെ തന്നെയാ. പരസ്പരം ആർക്കും വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ടല്ലേ തന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും നന്നായിട്ടോ. അതൊക്കെ നമ്മുടെ ഏരിയ. വീട്ടിൽ ആരെങ്കിലും വന്നാണ്ടല്ലോ അത് ആരാണെന്ന് അറിയേണ്ട ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതാണ് ഈ നാട്ടും പുറവും ടൗണേലും തമ്മിലുള്ള വ്യത്യാസം. അല്ലടോ, എന്നാ പിന്നെ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരില്ലായിരുന്നോ? എന്തിനാ ആൾക്കാരെ പേടിച്ച് റിസോർട്ടിലൊക്കെ ബുക്ക് ചെയ്ത്? പിന്നെ വീട് മുഴുവൻ ക്യാമറയാ മോനെ. അങ്ങനെ അവിടെ നിന്ന് ഫുള്ള് നിരീക്ഷിക്കണ്ടാകും. ഞാൻ ഇപ്പൊ തൽക്കാലം ഓഫ് ചെയ്തിട്ടതാ. അത് ശരി. ഞാൻ വിചാരിച്ചു നിന്റെ ഭർത്താവ് ഒരു മണ്ണുണ്ണി ആയിരിക്കുന്നത്. ഇത്രയൊക്കെ ബുദ്ധിയുണ്ട് അല്ലേ? അല്ല, ഇത് കറണ്ട് പോയിട്ട് എങ്ങനെ CCTV ഓഫ് ആക്കുക? ഇൻവെർട്ടറൊക്കെ ഉള്ളതല്ലേ? ഇപ്പം ചോദിക്കില്ലേ? ആദ്യം കള്ളത്തരം പറയാൻ പേടിയുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ശീലമായി. ഇതിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. മൂപ്പര് പൈസ പറഞ്ഞിട്ട് ഏത് നേരം അതിന്റെ പുറകെ തന്നെയാണല്ലോ. അല്ല, എപ്പോഴാ നാട്ടിൽ വരിക? ഇതുവരെ ഞാനൊന്നും കണ്ടില്ല. വർഷത്തിൽ എപ്പോഴെങ്കിലും പേരിനൊരു തവണ വരും. അവിടെ വന്നാലും ഫുൾ ടൈം ഫോൺ തന്നെയായിരിക്കും. ഇപ്പൊ അവിടെ എന്തോ പുതിയ റെസ്റ്റോറൻറ്റിന്റെ പണി നടക്കുക. അപ്പൊ അതിന്റെ തിരക്കിലാ മൂപ്പര്. നടക്കട്ടെ, പൈസന്റെ പുറകെ തന്നെ നടക്കട്ടെ. എന്നാലും എനിക്ക് നിന്റെ പുറകെ നടക്കാൻ പറ്റുമോ? എന്നാലും നിനക്ക് കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്തുകൂടായിരുന്നോ? ഇതിപ്പോ ഓഫീസും കഴിഞ്ഞ നിന്റെ മെസ്സേജ് അയക്കാനും വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല പറയുമ്പോഴേ ആ ബോറിങ് ആവുന്നുണ്ട്. എടാ, നീ കുറച്ച് ദിവസം കൂടി ക്ഷമിക്ക്. അപ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ താണിയും. അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാരനെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഭാര്യമാരെ പറ്റിക്കാനേ അത് എളുപ്പമാണ്. എന്തായാലും അവൾ ഉറങ്ങിയിട്ടാണെങ്കിലും ചെറിയ ഫോണിൽ നിന്നെ വിളിക്കുന്നില്ലേ മോളെ? അപ്പം അതുപോലെ ഇനിയിപ്പോ അതും അവളുടെ കൺമുന്നിൽ കൊണ്ടുവച്ചിട്ടേ പിടിക്കാനുള്ള ഇട വരുത്തണ്ട. അതൊന്നും മേടിക്കണ്ടോ? അതൊന്നും അവളെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വിച്ച് ഓഫ് ആക്കിയിട്ടേ റാക്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല വിനോദേ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോന്നും പറയുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യമുണ്ട്. നിനക്ക് അവിടെ നിന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാഷോ? അല്ല, തനിക്കെന്താ ഇപ്പം എത്ര അത്യാവശ്യം? അതൊന്നുമില്ലടോ, എനിക്കൊരു വീട് വാങ്ങിക്കണമെന്നുണ്ട്. വീട് വാങ്ങിക്കാനോ? അല്ല ശ്രേയ, നീയല്ലേ പറഞ്ഞത് ഈ വീട് വാങ്ങിച്ചിട്ട് 1 കൊല്ലം ആയിട്ടുള്ളൂ എന്ന്. പിന്നെ എന്തിനാ വേറെ വീട്? വിനോദേ, ഇതെന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള വീടാ. ഇതിൽ എനിക്കൊരു അവകാശമില്ല. നാളെ മെല്ലെ നമ്മുടെ റിലേഷൻഷിപ്പ് മൂപ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നോടൊന്ന് ചവിട്ടി പുറത്താക്കും. അപ്പൊ എനിക്ക് കയറി ചെലവ് വേറെ ഇടമൊന്നുമില്ല. അപ്പൊ ഒരു ധൈര്യത്തിന് വേണ്ടി വീട് വാങ്ങിക്കുന്നതാ. എടോ, ഞാൻ ടൗണിലെ ഒരു ഫ്ലാറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഒരു 30 ലക്ഷത്തിന്റെ കുറവുണ്ട്. ബാക്കി പൈസക്ക് എൻ്റെ കയ്യിൽ സെറ്റാ. അപ്പം താനൊന്ന് സഹായിച്ചാൽ കടമായിട്ട് മതി, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു തന്നോളാം. ശ്രേയ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊരു 30 ലക്ഷം മറിക്കാന്ന് പറഞ്ഞാൽ ഒരു 10 ആണെങ്കിൽ ഓക്കെ. വിനോദേ, നീ കമ്പനിക്ക് വേണ്ടി എത്ര നല്ല പ്രോജക്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കമ്പനിക്ക് നല്ല ലാഭമുണ്ട്.
അപ്പൊ താൻ ചോദിച്ചാൽ എത്ര പൈസ വേണമെങ്കിലും അവർ ലോണായിട്ട് തരുമല്ലോ. ഒന്നെങ്കിലും അടുത്ത സീനിയർ അല്ലേ. സീനിയോറിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ വിഷയം അതല്ലടോ. ഞാനൊരു എമൗണ്ട് ലോൺ എടുക്കാൻ വേണ്ടി പരിപാടിയാണ്. കാരണം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ടൗണിൽ പുതിയൊരു വീടെടുക്കാൻ പോവാ. വിനോദം, ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് വേണ്ടിയിട്ടല്ല. നാളെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് താമസിക്കാൻ വേണ്ടി തന്നെയാ. എന്തായാലും താൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണതേ ഇതിലേക്ക് താ. ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയടോ ആ ഫ്ലാറ്റ്, അതുകൊണ്ടാ. അല്ലടാ ശ്രേയ, എന്നാലും എന്താടോ തനിക്ക് എന്നെ വിശ്വാസമില്ലേ? വേണമെങ്കിൽ ആ ഫ്ലാറ്റ് തൻ്റെ പേരിലേക്ക് വാങ്ങിക്കാം. എനിക്ക് പിന്നെ എന്താണെങ്കിലും കുഴപ്പമില്ല. നാളെ നമുക്ക് വേണ്ടിയിട്ടല്ലേ അത്. അതൊന്നും വേണ്ടടോ. 30 ഞാൻ അറേഞ്ച് ചെയ്തരാം. പറയാം. താങ്ക് യു വിനു. എനിക്ക് ഉറപ്പായിരുന്നു താനെ സങ്കടപ്പെടുത്തില്ലാന്ന്. എന്തായാലും താഴെ വാ. ഹലോ, എന്താ മോളെ? ഇല്ലടാ, ഞാനൊരു മീറ്റിങ്ങിനാണ്, ഇപ്പം കഴിയില്ല. എന്തിനു വേണോ? ആ, മിസ് ചെയ്യും കേട്ടോ. കുഞ്ഞടെ ഉറങ്ങാ? ശരിടാ, ഐ ലവ് യു. ഐ ലവ് യു. C for car, C for cow, C for cat. കുഞ്ഞിക്കൊന്നും പഠിക്കാൻ വായിച്ചില്ല. സ്പൈഡർമാൻ കാണാനില്ലല്ലോ. അമ്മ അമ്മ എന്താ കുഞ്ഞുസേ? കുഞ്ഞിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ കാറ് കണ്ടോ അവിടെയോ? സ്പൈഡർമാൻ കാറാ? ഞാൻ നിന്നോട് ഏത് ശരി പഠിക്കാനല്ലേ പറഞ്ഞത്? പഠിച്ചെങ്കിൽ പോയി എഴുതാൻ നോക്ക്. കുഞ്ഞ് പഠിച്ചതാണോ? ഇനി കുറച്ച് കഴിച്ചിട്ട് ABCD എഴുതാ. ബുക്കും പെൻസിലും തന്നിട്ട് ഞാൻ ഇപ്പം വന്ന് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞു കുഞ്ഞുസേ. നീ ആദ്യം പോയി പഠിക്കൂ, കളിക്കണതൊക്കെ പിന്നെ ആകാം. എന്താ കിടക്കണ കോലം? അല്ല, ആ കാർ എവിടെ വെച്ചത്? അച്ഛനെ പോലെ തന്നെ സോപ്പിടം എടുക്കണ നടക്ക്. ഞാൻ അതെടുക്കാണ്ട് പഠിക്കാണ്ടിരിക്കണ്ട. മേലെയാ? അവിടെ എത്ര പണിയുണ്ടെന്ന് അറിയോ? ഈ ടോയ്സ് ഒക്കെ വാങ്ങിച്ചേരാ. അപ്പനെ പറയണല്ലോ. ഏതിലാ? ഇതാണാ? കുഞ്ഞുസേ, കുഞ്ഞുസേ, പപ്പ എന്താ വാങ്ങിയ നോക്കിയേ. സന്ധ്യേ, നിനക്കൊരു ഗിഫ്റ്റുണ്ട്. ഇവരെ കേടപ്പോയതാ. കുഞ്ഞുസേ, ഇതെന്താ മാറ്റിക്കാത്തത്? പപ്പ വരുമ്പോഴേക്ക് മാറ്റി നിൽക്കണം പറഞ്ഞല്ലേ? സിനിമയ്ക്ക് വേണ്ടേ? നോക്കത്തിന്താ അതെന്താണെന്നറിയോ? ഇത് മമ്മിക്ക് വേണ്ടി അടിപൊളി ഒരു പെർഫ്യൂം.
ആ എടാ നിനക്ക് വേണ്ടി എന്താ വാങ്ങിച്ചത് നോക്കേ. ബ്ലൂ ലേഡിയുടെ അടിപൊളി പെർഫ്യൂം. വാ. എനിക്ക് വേണ്ടിയാണോ അതോ നിങ്ങളുടെ ശ്രേയയ്ക്ക് വേണ്ടിയാണോ അത് വാങ്ങിച്ചത്? എന്താ സന്ധ്യ ഇത്? നീ അത് ഇതുവരെയായിട്ട് വിട്ടില്ലേ? എടാ ഒത്തിരി തെറ്റ് പറ്റി. അതും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ കഥയല്ലേ, അതിനിപ്പം വീണ്ടും പറയുന്നത്? കഴിഞ്ഞ കഥയോ? അല്ലെങ്കിലും വിടാത്ത ഞാനാണോ അതോ നിങ്ങളോ? എന്താ സന്ധ്യ നീ പറയുന്നത്? എടാ അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ അവളുടെ ഓഫീസിൽ നിന്ന് പോലും സംസാരിച്ചിട്ടില്ല. വേണ്ട, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോൺ എന്നാ ചെക്ക് ചെയ്യ്. അതിന് ആ ഫോണിൽ എന്തുണ്ടായിട്ടാ? ഇപ്പം എല്ലാം ഇതിൽ കൂടെയല്ലേ? അല്ലപ്പാ, ആ ഫോൺ നിനക്ക് ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? അവിടെ കുഞ്ഞ് ടോയ്സ് എടുക്കുമ്പോ കിട്ടിയതാണോ? ഇനി എന്ത് കളത്തിലാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും മറന്ന് വേറൊരുത്തിൻ്റെ കൂടെ പോയ നിങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. എല്ലാം ഞാനൊരു കുഞ്ഞിന് വേണ്ടിയാണ് ക്ഷമിച്ചിരിക്കുന്നത്. നിങ്ങളൊന്നും ഒരിക്കലും മാറില്ല. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാ. സന്ധ്യ, ഞാൻ എന്തായാലും ആവർത്തിക്കില്ല. നമ്മുടെ കുഞ്ഞാണ് സത്യം. തൊട്ടു പോകരുത് എൻ്റെ കുഞ്ഞിനെ. നിങ്ങളൊന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എത്ര കരഞ്ഞാലും കാല് പിടിച്ചാലും നിങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത്? ഞങ്ങളെക്കാളും വലുത് അവളാണല്ലോ നിനക്ക്. ആടി, അവളെന്നെ വലുത്. കുറെ നേരമേ അവള്. നീ എന്താ പറഞ്ഞത്? നിനക്കില്ലാത്ത എന്ത് പ്രത്യേകത അവൾക്കുള്ളൂന്നാ? എടേ, അല്ലെങ്കിൽ നിനക്ക് എന്താ ഉള്ളത്? ഏത് നേരം നോക്കിയാലും ഒരു അവിഞ്ഞ മാക്സി ഇട്ടിട്ട് ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന എനിക്കറിയോ? എപ്പോൾ വിളിച്ചാലും ഉപ്പില്ല, മുളകില്ല, മല്ലിയില്ല, അതല്ലേ പറയാൻ അറിയുള്ളൂ. ഇല്ല, നീ അവളെ കണ്ടിട്ടുണ്ടാ? അവളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ടുണ്ടാ? നിന്നെയൊക്കെ കണ്ട് എനിക്ക് മടുത്ത്. അന്നേരം അതുപോലത്തെ ഒരു ആളെ കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോവും. അതൊരു കുറ്റം പറയാനൊന്നുമില്ല. നിന്നെ ഒഴിവാക്കാത്തതേ വേറൊന്നും കൊണ്ടല്ല, ഈ കുഞ്ഞിനെ ആലോചിച്ചിട്ട് മാത്രമാണ്. എന്നിട്ട് അവിടെ ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ തനി സ്വഭാവം? ഇത്രയും കാലം എന്നോട് സ്നേഹത്തോടെ പെരുമാറിയതും കാണിച്ചതൊക്കെ നിങ്ങളുടെ വെറും അഭിനയം മാത്രമായിരുന്നു അല്ലേ? അതേടി, അഭിനയിച്ച് തന്നെയാണ്. അല്ലാതെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് റൊമാൻസ് വരും തോന്നണ്ട. എടി, എനിക്ക് നീ അടുത്തല്ലേ എൻ്റെ ഈ ബന്ധം അറിഞ്ഞത്? കുറേ വർഷമായി തുടങ്ങിയിട്ട്. അവള് കോട്ടയത്തായിരുന്നു. അവളിനെ എൻ്റെ കമ്പനിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടെന്ന് അറിയോ? അപ്പൊ എൻ്റെ ഈ തരികെട്ടൊന്നും നീ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തേ പൊന്നെ കൊഞ്ചേന്ന് പറഞ്ഞിട്ട് കൊഞ്ചി കുഴഞ്ഞത്. അല്ലാതെ നിന്നോട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയ കുഞ്ഞില്ലേ, ഇതിനിട്ട് നീ നിന്റെ വീട്ടിൽ പോയിരിക്കുവോ? അല്ലെങ്കിൽ അവിടെ ആരാടി ഉള്ളത്? വയസ്സായ അന്നേ നാളെ ഒരു അനിയത്തിയ, അതിനെ കല്യാണം കഴിച്ച് അയക്കണ്ടേ? ഡിവോഴ്സ് ആയിട്ട് നീ പോ, നിന്നെ വീട്ടിൽ കയറ്റും. എടി, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റാത്ത നിന്നെ പോലത്തെ ഭാര്യമാരൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയോ? ഞങ്ങളെ പോലുള്ള ഭർത്താക്കന്മാർ എന്ത് ചെയ്താലും കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അതേ നിനക്കും വഴിയുള്ളൂ. കേട്ടടി, നീയിപ്പോ ആ കോളിൽ വിളിക്കൊന്നും വേണ്ടല്ലോ. ഞാൻ വാട്സപ്പ് കോളും ചെയ്യും, വീഡിയോ കോൾ ചെയ്യും, പലതും ചെയ്യടി. നീ എന്താ ചെയ്യാൻ പറ്റിയ ചെയ്. എന്തായാലും ഒരു കാലത്ത് എനിക്ക് പിടിക്കപ്പെടുന്ന അറിയാം. അത് കുറച്ച് നേരത്തെ ആയിരുന്നുള്ളൂ. എന്ത് പണിയാ വിനോദം നീ കാണിച്ചത്? നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? ഇപ്പൊ രണ്ടാളും കൂടി ഇറങ്ങിപ്പോയില്ലേ? ഇത് തിരിച്ചു വരുമോ? അതിനെന്തിനാണോ തിരിച്ചു വരുന്നത്? എന്തായാലും ഒരു പ്രാവശ്യം ഇതൊക്കെ അറിയാലോ. അത് കുറച്ച് നേരത്തെ ആയി, അങ്ങനെ കരുതിയാൽ മതി. എടോ, താൻ പറയണ പോലെ ഇത്ര സിമ്പിളൊന്നും അല്ല. അവളുടെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? എടാ, ഈ പ്രശ്നമാക്കാൻ വേണ്ടിയുള്ള കുടുംബക്കാരും വീട്ടുകാരൊന്നും അവൾക്കില്ല. അതല്ല ഇത്ര ധൈര്യത്തിൽ ഞാൻ കളിക്കുന്നത്. അവൾക്കൊന്നും അവിടെ പോയി നിൽക്കാൻ പറ്റടോ. ഒരു അനിയത്തിയാ ഉള്ളത്. അവളുടെ വീട്ടുകാരിപ്പോൾ എന്താ പറയാന്നറിയേ? അത് സാരമില്ല, ഭർത്താവല്ല, അങ്ങനെ ഉണ്ടാ, നീ ഒന്ന് ക്ഷമിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്.
അത്രേ സംഭവിക്കുള്ളൂ. എന്നാലും ഇങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നു വിനോദേ. എടാ തൻ്റെ ഭർത്താവ് ഈ കാര്യം അറിഞ്ഞാലേ നമുക്ക് മാറി താമസിക്കാൻ വേണ്ടി താൻ ഇപ്പം തന്നെ ഒരു ഫ്ലാറ്റൊക്കെ നോക്കുന്നില്ലേ. അപ്പം നീ ഇത്രയും അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വേണ്ടടാ. പുതിയ വീട് എടുക്കണമെന്നേ അവൾക്കായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അല്ല അതിനുവേണ്ടി കുറച്ച് പൈസ ഞാൻ ബാങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അത് വേണ്ടല്ലോ. നീ ചോദിച്ച 30 ലക്ഷമേ അത് ഇന്ന് തന്നെ തരാം കേട്ടോ. എത്രയും വേണ്ടെന്ന് ആ ഫ്ലാറ്റ് നിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യ്. ഒരു കണക്കിന് വിനോദ് ചെയ്തത് നന്നായി. എന്തായാലും നമുക്കവിടെ സന്തോഷമായിട്ട് ഇരിക്കേണ്ടതല്ലേ. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ഞാൻ അഡ്വാൻസ് കൊടുക്കാമല്ലേ? ബാക്കി പൈസ തൻ്റെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇനിയും വാങ്ങിക്കാനോ, അത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ. നമുക്കേ അങ്ങോട്ട് ഒരുമിച്ച് മാറി താമസിച്ചാലോ? അത് വിനോദേ, എന്തായാലും നമുക്കത് വാങ്ങിച്ചിടാം. താമസം പിന്നീട് ആക്കിയാൽ പോരെ? വേറെ നല്ലടോ, ലീഗലി ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പോരെ അത്? അല്ലെങ്കിൽ പിന്നെ ഒരു പോലീസ് കേസ് ആയാലോ? കുറേ നേരമല്ലോ കോള് വരുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ എടുത്തിട്ട് എന്തെങ്കിലും കള്ളത്തരം പറ. ആ, ഞാനടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് വരാം. രോഹിത്തെ, താൻ എന്തിനെങ്കിലും വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ കട്ടാക്കിയതല്ലേ. എടോ, എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്ന സമയമാ. ആ, ഞാൻ പിന്നെ വിളിക്കാം.